ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രശ്നായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദാന്തമോന്തം സംസാരിണം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. അതുപോലെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും നല്ല ഒരു വെളുപ്പിനെ എഴുന്നേറ്റ് നല്ല ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് പാട്ടുകളും കേട്ട് നാമജപവും കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുന്ന അവസരമാണല്ലോ അല്ലേ? ഹരേ കൃഷ്ണ. അപ്പം നമ്മളെ ഭാഗവതത്തിലേക്ക് കൂടി നടക്കുന്നു. എത്രയോ 6 വർഷമായിട്ട് ഞാൻ ഈ 6.5 വർഷം ഏതാണ്ടായെന്ന് തോന്നുന്നു ഈ ഭാഗവതം ക്ലാസ് എടുക്കുകയാണ്. ഹരേ കൃഷ്ണ. അപ്പം നിങ്ങളെ ഇത്രയും കാലവും അതൊരു ആദ്യ തൊട്ടേ ഉള്ളവർ എൻ്റെ ഈ ശബ്ദവും പ്രായം ചെന്ന എൻ്റെ ഈ ശബ്ദവും ഒക്കെ കേട്ടിട്ട് വളരെ അരോചമായിട്ടുള്ള ശബ്ദവും കണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. അതുപോലെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ തരികയാണ്. ഞങ്ങളുടെ മഹാരാജെ പറയുമായിരുന്നു, മഹാരാജനെ ഞാൻ കാണുമ്പോഴേ 89 വയസ്സുണ്ട്. അപ്പൊ അദ്ദേഹം പറയുമായിരുന്നു, ഈ ചെറുപ്പക്കാര് പിള്ളേർ വേണം മുന്നോട്ട് ഇതൊക്കെ പറയാനായിട്ട് വരാനായിട്ട്. ഈ വയസ്സിൽ എന്നവരുടെ ആ അരോചകമായിട്ടുള്ള ഈ ശബ്ദമൊക്കെ കേട്ടിരിക്കാൻ തന്നെ പ്രയാസം തോന്നും. കാരണം മഹാരാജ നന്നായിട്ട് പാടുകയൊക്കെ ചെയ്യും, നന്നായിട്ട് പാടുന്ന ആളായിരുന്നു. അതുപോലെ ഓരോ ഭാഗവതത്തിന് അദ്ദേഹത്തിന് അപ്പുറത്ത് ആരും തന്നെ പറയാൻ പറ്റത്തില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതുപോലെ ഭാഗവതമാണെങ്കിലും 18,000 ശ്ലോകവും ബൈഹാർട്ടാണ്. അതിലെ ഓരോ വാക്കും ബൈഹാർട്ടാണ്. അത് വാക്കിന്റെ അർത്ഥവും എല്ലാം എവിടെ നിന്ന് എപ്പോൾ ചോദിച്ചാലും അതിന് മറുപടിയുണ്ട്. അങ്ങനെയുള്ള മഹാരാജായിരുന്നു. എന്നാലും മഹാരാജ് പറയുമായിരുന്നു, മഹാരാജ് ഒരു പാട്ട് പാടും, നന്നായിട്ട് പാടും. കേശവ കേശവ കുക്ലിയേ എന്നുള്ള ഒരു പാട്ട് പാടും. അപ്പം അത് പാടുമ്പോൾ നല്ല രസമാണ് കേൾക്കാൻ. എന്നാലും മഹാരാജ് പറയും, ഞാൻ പാടിയിട്ട് എന്ത് കാര്യം, നിങ്ങൾ പാടണം, ചെറുപ്പക്കാർ പാടണം. അത് പറയുമ്പോഴാണ് അതിന്റെ ഭംഗി വരുന്നത് എന്ന് പറയുമായിരുന്നു. അപ്പൊ അത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നിങ്ങളെ എപ്പോഴും കേശവനെ വിളിച്ചുകൊണ്ടിരിക്കൂ. കേശവനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് എത്ര വയസ്സ് വരെ ഇരിക്കുമെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾ ഇതിനകത്ത് ചെറുപ്പമാണ്. ഒരുപാട് കാലത്തേക്ക് നിങ്ങൾക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കാനും ഇത് ഓർത്തുകൊണ്ടിരിക്കാനും കഴിയും. അപ്പോഴത് ഇങ്ങനെ കേട്ട് നിങ്ങളുടെ മനസ്സിൽ ഏത് സമയത്തും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ആ ഒരു മന്ത്രം ഏത് സമയത്തും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നത് കൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത്
ആ മന്ത്രം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അതുകൊണ്ട് ആ ഒരു പാട്ട് പാടിയിട്ട് പറയും, കേശവനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. അതിൽ നിന്ന് നമ്മളെ ആ ഒരു ദിവസം പോലും അത് മുടക്കാൻ നമുക്കിന്ന് കഴിയത്തില്ല. അപ്പൊ അങ്ങനെ എല്ലാവരും ഈ ഒരു ഗ്രൂപ്പില്, നമ്മുടെ ആദികർത്താ പ്രഭുവിന്റെ ശ്രമമായിട്ടുള്ള ഈ ഗ്രൂപ്പില് എല്ലാവരും ഇത്രയും സന്തോഷത്തോടുകൂടി ഈ വെളുപ്പിനെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ പറയുകയാണ്. കാരണം ഇത് പറയാൻ നാളെ എൻ്റെ മഹാരാജിന്റെ വ്യാസപൂജയാണ്. അപ്പൊ അത് ഞാൻ ഓർത്തു പോയതാണ്, മഹാരാജിന്റെ ആ ഓരോ വാക്കുകൾ ഞാൻ ഓർത്തു പോയതാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. ആരെങ്കിലും ഈ തിരുവനന്തപുരത്തുള്ളവർക്ക് നാളെ ഇവിടെ കരമന വെച്ച് വ്യാസപൂജ നടത്തുന്നുണ്ട്. അപ്പം സാക്ഷി പ്രഭു ഒക്കെ ഇട്ടിട്ടുണ്ട്. വരാൻ പറ്റുന്നവര് പങ്കെടുക്കുക. വൈകിട്ടാണ്, 5 മണി തൊട്ട് 9 മണി വരെയാണ്. അപ്പൊ മഹാരാജിന്റെ ഒരു കരുണ കൊണ്ടാണ് എനിക്കിങ്ങനെ ഇത് പറയാനും നിങ്ങളുടെ മുന്നിൽ ഇരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ കഴിയുന്നത് എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. നമ്മള് ഭാഗവതം പ്രഥമസ്കന്ധം 17-ാം അധ്യായം 24 ശ്ലോകം വരെ എടുത്തു. ഇനി 25 തോന്നുന്നു. ഹരേ കൃഷ്ണ. ആണോ? 25 ഇനി എടുക്കുന്നത്? അതെ മാതാജി, 25. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മള് 24-ലെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നെന്ന് ആർക്കെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്താൻ കഴിയുമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മഹാമായ യോഗമായ കുറിച്ച് മാതാജി പറഞ്ഞു. ആരാണ് മഹാമായ, ആരാണ് യോഗമായ മാതാജി? മഹാമായ എന്ന് പറയുന്നത് നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഭൗതിക ലോകത്തിൽ നമ്മളെ ഭ്രമിപ്പിക്കുന്നത്. യോഗമായ എന്ന് പറയുന്ന ഭഗവാന്റെ സ്വന്തം അന്തരംഗ ശക്തിയിൽ നിന്നുണ്ടാകും. യോഗമായ എന്ന് പറയുന്നത് നമ്മുടെ അന്തരംഗ ശക്തിയായിട്ട് നിന്നുകൊണ്ട്, കാരണം ഭഗവാന്റെ അന്തരംഗ ശക്തിയാണ് അത് യോഗമായ എന്ന് പറയുന്നത്. നമ്മളെ ഭരിച്ചു കൊണ്ടുപോകുന്ന, നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. കാരണം നമ്മളിപ്പോ ആരിൽ പെട്ട് നിൽക്കുകയാണ്? മഹാമായയിൽപ്പെട്ട് നിൽക്കുകയാണ്. നമ്മൾ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തിയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് മഹാമായയിൽപ്പെട്ട് നമ്മുടെ മനസ്സ് ഇങ്ങനെ ചഞ്ചലമായിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പൊ ആ പിന്നെ അതോടൊപ്പം നമ്മൾ പഠിച്ചിരുന്നു, ആ ചഞ്ചലമാകുന്ന മനസ്സിനെ നിയന്ത്രിക്കാനായിട്ടാണ് നമുക്ക് ഈ മഹാമന്ത്രം നമ്മുടെ മുന്നിൽ ഉള്ളത്, അല്ലെ? അപ്പൊ ഇവിടെ നമ്മളെ എങ്ങനെയാണത് നിയന്ത്രിച്ചു പോകേണ്ടത് എന്ന് നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നുണ്ട്, അല്ലെ? ഭാഗവതത്തിൽ കൂടി, നമ്മളെ ഭാഗവതം പഠിക്കുന്നതിൽ കൂടി നമ്മുടെ മനസ്സ്, ഇന്ന് കലിയുഗമാണ്, ആ കലിയുഗത്തിൽ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഏറ്റവും ശക്തനായ മഹാരാജാവ്, അദ്ദേഹം ഈ കലിയെ ശിക്ഷിച്ച കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ കലിയുഗത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പല മാർഗങ്ങളും നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നുണ്ട്, അല്ലേ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്, നമ്മൾ ഏതെല്ലാം രീതിയിലാണ് നമുക്ക് കലിയുഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നത്? അതൊന്ന് ആർക്കെങ്കിലും ഒന്ന് ചിന്തിക്കാം. എന്തെല്ലാം മാർഗമാണ് നമുക്ക്? പ്രഹ്ലാദ് മഹാരാജാവ് എന്തൊക്കെയാണ് പറഞ്ഞു തന്നത് കലിയുഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട്? ഏതെല്ലാം രീതിയിൽ ഭഗവാനെ വിളിച്ചാൽ നമ്മുടെ മനസ്സ് ഭഗവാനുമായിട്ട് ആ ഭാവത്തിലെത്തുകയും നമുക്ക് ഈ കലിയുഗത്തിന്റെ പിടിയിൽ നിന്ന് നമുക്ക് മാറി ഭഗവാനിലേക്ക് എത്താൻ കഴിയുകയും ചെയ്യും എന്ന് പറഞ്ഞു തന്നു. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ അത്? നവവിധ ഭക്തി ഉണ്ട്. നവവിധ ഭക്തി. നവവിധ ഭക്തി എന്തൊക്കെയാണ്? ശ്രവണം, കീർത്തനം, പ്രസാദം. നവവിധ ഭക്തി, അതിലെ 9 എണ്ണം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? സാധുസംഗം, ഭജനക്രിയ, ദാസ്യം, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, ആത്മസഖ്യം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന് പറഞ്ഞു, അല്ലെ? അപ്പോഴേ നമുക്ക് അത് കൂടാതെ ഞാൻ പറഞ്ഞു തന്നിരുന്നു, രൂപഗോസ്വാമി പറഞ്ഞു തന്നിട്ടുണ്ട്. രൂപഗോസ്വാമി പറഞ്ഞു തന്നിട്ടുള്ള 9 മാർഗങ്ങൾ വേറെയുണ്ട്. അതെന്തൊക്കെയാണ്? ഇത് തന്നെ കട്ടം മാറ്റി 9 കാര്യങ്ങൾ.
എന്തൊക്കെയാണെന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. ഭജനക്രിയ, ആദ്യത്തെ എന്താണ്? സാധുസംഘ. ആണോ? സാധുസംഘം എന്തുണ്ടായാലാണ് നമുക്ക് സാധുസംഘത്തിലേക്ക് എത്താൻ കഴിയുന്നത്? ശ്രവണം. ശ്രദ്ധ, ശ്രദ്ധ വരണം അല്ലേ? ശ്രദ്ധ വരണം. ശ്രദ്ധ ഉണ്ടെങ്കിലേ സാധുസംഘത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പൊ ശ്രദ്ധ നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും? സാധുസംഘത്തിൽ കൊണ്ട് എത്തിക്കും. അപ്പൊ ആ സാധുസംഘത്തിൽ വഴി നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ തോന്നും? ഭജനക്രിയ. ഭജനക്രിയ മീൻസ് നമ്മൾ ഒന്നും വേണ്ട, ഹരേ കൃഷ്ണ പറയുന്നു അല്ലെ, അങ്ങനെ അത് കേൾക്കുന്നു. അപ്പം ശ്രദ്ധയായി, സാധുസംഘമായി, ഭജനക്രിയയായി. പിന്നെന്താണ്? അപ്പൊ ഈ ഭജനക്രിയ നിത്യമായിട്ട് യാതൊരു വിടവുമില്ലാതെ ചെയ്തു പോകുമ്പോൾ നമുക്ക് ശ്രദ്ധയുണ്ട്, ഭജനക്രിയ ഉണ്ട്, അത് ഒരിതുമില്ലാതെ ചെയ്തു പോകുമ്പോൾ നമ്മൾ എവിടെ എത്തും? കൃഷ്ണകഥയിൽ ശ്രദ്ധയോടുകൂടി കൃഷ്ണകഥ കേൾക്കുന്നുണ്ട് അല്ലേ? സാധുസംഘം എപ്പോഴും നമ്മുടെ കൂടൊപ്പം ഉണ്ട്. നമ്മൾ ഭജനക്രിയയിൽപ്പെട്ടിരിക്കുന്നു. അപ്പം നമുക്ക് എന്ത് സംഭവിക്കും? ശ്രവണത്തിൽ കൂടി നാമജപം. ശ്രവണമുണ്ട്, സാധുസംഘമുണ്ട്, ഭജനക്രിയ ഉണ്ട്. ഇപ്പൊ മാതാജി പറയാൻ വന്നു, അതാണ് എന്താണ് ഒരാൾ പറയാൻ വന്നു, അനർത്ഥങ്ങളെല്ലാം മാറി കിട്ടും അല്ലേ? അനർത്ഥ നിവൃത്തി ഉണ്ടാകും. ആ അനർത്ഥ നിവൃത്തി ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? കൃഷ്ണഭക്തിയിൽ രുചി ഉണ്ടാവും. നമ്മളെ കൃഷ്ണഭക്തിയിലേക്ക് കടക്കും. എനിക്ക് എന്താണ് ഭാഗവതം വായിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്ന ഉള്ളൊരു ചിന്ത നമ്മളിലേക്ക് ഉയർന്നു വരും. അപ്പൊ നമ്മുടെ കൃഷ്ണനെ പ്രസാദം വെക്കാതെ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഭാഗവതം പറയാതെ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് 16 റൗണ്ട് ചെയ്യാതെ പറ്റില്ല. ആ ഒരു നിഷ്ഠയിൽ നമ്മളെ എത്തും. അപ്പൊ നിഷ്ഠയിൽ എത്തുമ്പോഴോ, നിഷ്ഠ വരുമ്പോഴേ നമുക്ക് എന്താണ് ഇതൊക്കെ കേൾക്കുന്നതിനും ഇതൊക്കെ പറയുന്നതിനും. ഇപ്പൊ നിങ്ങൾ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നു, വെളുപ്പിനെ 4 മണിക്ക് തന്നെ കയറിയിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഇതിലൊരു രുചിയുണ്ട് അല്ലെ? നിങ്ങൾക്ക് ഇതിനോടൊരു രുചി ഉള്ളത് കൊണ്ട് നിങ്ങൾ അതിൽ കയറിയിരിക്കുന്നു. അപ്പൊ ആ രുചി കിട്ടിക്കഴിയുമ്പോൾ, പക്ഷെ നമുക്ക് യഥാർത്ഥമായ രുചി നമുക്ക് ആർക്കും ആയിട്ടില്ല. യഥാർത്ഥത്തില് രുചി എന്ന് പറയുന്നത് ആ ഭഗവാനുള്ള അത്രമാത്രം പ്രേമം നമ്മളിൽ എത്തുകയാണ്. അതൊന്നും നമുക്ക് വന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ആ ഒരു ഭാഗവതം കേൾക്കാൻ ഒരു രുചിയുണ്ട്, ക്ലാസ് കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, നിങ്ങൾ വെളുപ്പിനെ നാമം ജപിക്കാൻ ഇഷ്ടമുണ്ട്, ഇപ്പൊ മാതാജിമാരൊക്കെ നല്ലതായിട്ട് പാട്ട് പാടാൻ ഇഷ്ടമുണ്ട്. അപ്പൊ ആ രുചിയിൽ നമ്മൾ രുചിയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് എന്ത് വരുന്നത്? ഇതില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു വാക്ക് വരും. എന്താണത്? ഇതേ വേണം എനിക്ക്, ഇതില്ലാതെ പറ്റില്ല. അതിനോടുള്ള ആസക്തി, അതില്ലാതെ പറ്റില്ല എന്നുള്ള ആ ഒരു ആസക്തിയിൽ നമ്മളെ എത്തും. ഇത്രയുമേ നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത്ര എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? നമ്മളെ ഒരു രതിഭാവത്തിൽ നമുക്ക് ഭഗവാനോടുള്ള ആ ഭാവം മാറി, ഭഗവാനല്ലാതെ വേറൊന്നില്ല എന്നുള്ള ആ ഒരു ചിന്തയിൽ ആ രതിഭാവത്തിൽ എത്തുകയും അതിനെ നമ്മള് ഭഗവാൻ തന്നെ വേണ്ടേ അത് പ്രേമഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പം നമ്മൾ ആസക്തിയിൽ വരെ നമ്മൾ എത്തിക്കഴിയുമ്പോഴേ ഭാവവും പ്രേമവും നമ്മൾക്ക് ഭഗവാൻ തരും. എന്തുകൊണ്ടാണ്? നമുക്കതില്ലാതെ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്ന് ഭഗവാൻ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ എത്തുന്നു എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ പഠിച്ചതാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് അതൊന്നുകൂടെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ശ്രീമദ് ഭാഗവത തത്വങ്ങളെ പ്രഭാഷിക്കുന്നത് വഴി എല്ലാ മനുഷ്യരും നിശ്ചയമായും അനാർഭാട പ്രിയരും ആന്തരികവും ബാഹ്യവുമായി ശുദ്ധിയുള്ളവരും ദുരിതം അനുഭവിക്കുന്നവരോട് ദയയുള്ളവരും ദൈനംദിന ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുന്നവരും ഒക്കെ ആയിത്തീരും എന്നാണ് ശ്രീല പ്രഭുപാദൻ നമുക്കിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ നമ്മളെ കൂടുതൽ ജീവിത മൂല്യങ്ങളെ കുറിച്ചുള്ള മതിപ്പ് അങ്ങനെ ഒക്കെ കൂടുമ്പോഴേ ജീവിത മൂല്യങ്ങളെ കുറിച്ചുള്ള മതിപ്പ് കൂടുക, സ്ത്രീകളോടുള്ള അനാവശ്യമായ അഭിനിവേശം ഉണ്ടാകുക, അങ്ങനെ ആ ലഹരിയോടുള്ള ഇഷ്ടം ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ വരുമ്പം മാനവ സംസ്കാരം എന്ത് സംഭവിക്കും? സമാധാനത്തിന്റെ പാതയിൽ നിന്നും മാറിയിട്ട് അവരെ എപ്പോഴും അങ്ങ്
ഭൗതികതയിൽ പെട്ട് ഉഴന്നു പോകും. അങ്ങനെ പറ്റിയാൽ എന്താ? നമുക്ക് ഭൗതികതയിൽ പെട്ടുകൂടെ? നമ്മൾ അതിനല്ലേ ജീവിക്കുന്നത്? നമ്മൾ സുഖമായിട്ട് ജീവിക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് ഈ ഭൗതികതയിൽ പെട്ടുകൂടാ എന്ന് നമുക്ക് പ്രഭാതൻ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാ? ഭൗതികതയിൽ കുടുങ്ങിപ്പോയാൽ വിശ്വനാഥ ഭഗവാനിലേക്ക് പോകാൻ പറ്റാതെ വരും. ഭഗവാനിലേക്ക് പോകാൻ പറ്റാതെ വരും. ഭഗവാനിലേക്ക് പോകാൻ പറ്റാതെ വരും. അപ്പൊ അങ്ങനെ ഭഗവാനിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് പ്രഹ്ലാദ് മഹാരാജാവിന്റെ 9 രീതികൾ നമുക്ക് എങ്ങനെ ഭഗവാനെ പ്രാപിക്കാമെന്നും, അതുപോലെ ദീപഗോസ്വാമിയുടെ 9 ഭാവവും, ഇനിയും നമുക്ക് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ വേറെ 14 ഭാവങ്ങൾ അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതും പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ കഴിയും എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പം യഥാർത്ഥത്തിലെ ആരാണ്? ഉദ്ധവര് പോകുന്ന അവസരത്തില്, ഉദ്ധവര് പോവുകയല്ല, ശ്രീകൃഷ്ണ ഭഗവാൻ പോകുന്ന അവസരത്തില് ഉദ്ധവരെ കണ്ടു. ഉദ്ധവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. എതിർച്ചയാ മത്കഥാദൗ യാത ശ്രദ്ധസ്തു യത്പുമാൻ ന നിർവിന്നോ നാദിസക്തോ ഭക്തയോ ഗോപ്യ സിദ്ധിദഃ എന്ന് പറഞ്ഞാല്, എന്നെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ എന്നാണ്. ഇതാണ് എതിർച്ചയാ മത്കഥാദൗ. എന്നെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടം വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ അതിന് തയ്യാറാകുകയാണെങ്കിൽ, അതാണ്. അപ്പൊ എതിർച്ചയാ മത്കഥാദൗ. പിന്നെ എങ്ങനെ? ജാത ശ്രദ്ധസ്തു യത്പുമാൻ. അങ്ങനെ ഒരാൾ ആകർഷിതനായി തീർന്നാൽ ഭഗവത്ഗീതയിൽ ഞാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് നിർവിന്നോ ജാതിസക്തോ. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിൽ വിശ്വാസം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഗീതാ ജയന്തിയൊക്കെ ആഘോഷിച്ചിരിക്കുകയാണ് അല്ലെ? അപ്പൊ അങ്ങനെ ആ ഭഗവത്ഗീതയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളിൽ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാകുകയാണെങ്കിൽ, അതുപോലെ ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അഥവാ ഡിറ്റാച്ച്ഡ് ആയില്ല എങ്കിലും, കാരണം നമുക്ക് എളുപ്പമൊന്നുമല്ല ഭൗതികതയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആക്കാൻ, അത് ഭഗവാന് തന്നെ അറിയാം അല്ലെ? അപ്പൊ അതുകൊണ്ട് ഭൗതികതയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയില്ല എങ്കിൽ പോലും, അഥവാ മെറ്റീരിയൽ എക്സിസ്റ്റൻസിനോട് വളരെ അധികം, അതാണ് പറഞ്ഞിരിക്കുന്നത്, നാദിസക്തോ നിർവിന്നോ നാദിസക്തോ. നിങ്ങള് ഭൗതികതയിൽ നിന്ന് അഥവാ ഡിറ്റാച്ച്ഡ് ആയില്ലേ എങ്കിലും മെറ്റീരിയൽ എക്സിസ്റ്റൻസിനോട് വളരെയധികം ആകർഷണം നിങ്ങൾക്ക് വന്നാലും ശരി, അങ്ങനെയുള്ള അവസരത്തിൽ പോലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ തയ്യാറാകുകയാണെങ്കിൽ, അവന് എന്നോടുള്ള സ്നേഹം, നിനക്ക് എന്നോടുള്ള സ്നേഹം എന്ന് വെച്ചാൽ ആരാണ്? നമുക്കൊക്കെ ഭഗവാനോടുള്ള സ്നേഹം. അവൻ പക്ഷെ ഒരു കാര്യം ചെയ്യണം, ഡിവോഷണൽ സർവീസ് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ ഉയർത്തിക്കൊടുക്കും എന്ന് ഭഗവാൻ ആരോട് പറയുകയാണ് ഇവിടെ? ആരോടാണ് ഇത് പറഞ്ഞത്? ഇപ്പൊ ഞാൻ പറഞ്ഞത് ഉദ്ധവരോട് പറയുകയാണ്. അപ്പം എതിർച്ചയാമത് കഥാദൗ ജാതശ്രദ്ധസ്തു യപ്പുമാൻ ന നിർവിന്നോ ജാതിസക്തോ ഭക്തിയോഗസ്യ സിദ്ധിഃ. അപ്പൊ നമ്മള് ആദ്യമേ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കണം. അതുപോലെ അതിനകത്ത് നമുക്കൊരു അട്രാക്ഷൻ വരണം. അങ്ങനെ അട്രാക്ഷൻ വരുമ്പോഴേ, അഥവാ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് പാലിക്കണം എന്നുള്ള നമ്മുടെ മനസ്സിൽ വരണം. അങ്ങനെ വരുമ്പോഴേ നമ്മൾ മെറ്റീരിയൽ തിങ്സിൽ നിന്ന് ചിലപ്പോൾ ഡിറ്റാച്ച്ഡ് ആകാൻ കുറച്ച് വൈകിയെന്നിരിക്കും, അഥവാ ഈ ഭൗതികതയോടെ കുറച്ച് അറ്റാച്ച്മെന്റ് ഉണ്ടായെന്നിരിക്കും. എന്നാലും നിങ്ങളെ കൊണ്ട് ഞാൻ ഡിവോഷണൽ സർവീസ് ചെയ്യിപ്പിക്കുകയും അങ്ങനെ അതുവഴി എന്നോടുള്ള സ്നേഹം ഞാൻ ഉയർത്തിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനെ നമ്മള് എന്താണ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് 4:31-14 യഥാതരോർമൂല നിഷേചനേന തൃപ്യന്തി തസ്കന്ദ കുജോഭശാഖ. പിന്നെ എന്താണ്? പ്രാണോപഹാരാശ്ച യഥേന്ദ്രിയാണാം തഥൈവ സർവാർഹണമച്യുതേത്യ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അപ്പൊ നമ്മൾ ഒരു ചെടി നട്ടിട്ട്, എല്ലാവരും പറഞ്ഞു തന്നിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ശ്ലോകമാണ്. ഒരു ചെടിയുടെ ചെവിട്ടിൽ കൊണ്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ അതിന്റെ ഇലകളാണെങ്കിലും തണ്ടുകളാണെങ്കിലും പുഷ്പിക്കും അല്ലെ? അതുപോലെ അതിന്റെ തണ്ടുകൾക്കും അതിന്റെ ഇലകൾക്കും ഒക്കെ അതിന്റെ ഗുണം ഉണ്ടാകുന്നത് പോലെ ഭഗവാനെ ആരാധിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, എന്നുവെച്ചാൽ വേറെ അവിടെയും ഇവിടെയും ഓടി നടന്ന് ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് ആരും പറയുന്നില്ല. വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്,
ഏതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമുക്ക് ഏത് ദൈവത്തിന്റെ അടുത്ത് വേണേലും പോകാനും അവരോട് ആ കാര്യങ്ങൾ ആവശ്യപ്പെടാനും ചെയ്യാനും ഭജിക്കാനും എല്ലാത്തിനും ഇപ്പൊ എല്ലാവരും എന്താണ് ആ ഒരു രീതിയിൽ എല്ലാവരും ഭേദം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരെ വേണേലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആരാധിക്കാൻ കഴിയും, എവിടെ വേണേലും നമുക്ക് പോകാൻ കഴിയും. ഇതെല്ലാം ഭൗതികതയിൽ നമുക്ക് വേദത്തിൽ തന്നെ ഭഗവാന്റെ മുഖത്ത് നിന്ന് വന്നിട്ടുള്ളതാണ് വേദങ്ങൾ. അപ്പൊ ആ വേദങ്ങളിൽ ഇതെല്ലാം എന്തുകൊണ്ട് അത് പറഞ്ഞിരിക്കുന്നു? നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, നമ്മുടെ മനസ്സിന്റെ നില അനുസരിച്ച് നമുക്ക് എവിടെ വേണേലും പോകാം. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാലും എൻ്റെ അടുത്ത് വന്നെങ്കിലേ നിങ്ങൾക്ക് കാര്യസാധ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പം യഥാതരോർമൂല നിഷേചനേന, ഒരു ചെടിക്ക് ഒരു ഇലയെ കൊണ്ട് ഇച്ചിരി അല്പം വെള്ളം ഒഴിച്ചത് കൊണ്ട് അത് വളർന്നു വന്നു എന്ന് വരത്തില്ല. കാരണം എന്താണ്? അവര് തരുന്നതൊക്കെയും ഒരിക്കലും പെർമനന്റ് അല്ല, ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഈ ഭൗതികതയിൽ ഉയരുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ അവർ തരും. അപ്പൊ അവര് തരുന്നത് പെർമനന്റ് അല്ല. എൻ്റെ അടുത്ത് വന്നെങ്കിലേ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് പറയുകയാണ്. യഥാതരോർമൂല നിഷേധനാന. അപ്പൊ അതിന് വേറെ എക്സാമ്പിൾ നമുക്ക് പറയാം അല്ലെ. നമ്മൾ ആഹാരം കഴിക്കുന്നു, നമ്മുടെ വയറ്റിലേക്കാണ് ആഹാരം കഴിക്കുന്നത് അല്ലെ. വയറ്റിലേക്ക് കൊടുക്കുന്ന ആഹാരം നമ്മുടെ കാലുകളെയും കയ്യേയും മുടി പോലും ചെവികളെയും എല്ലാത്തിനെയും പൂർണ്ണമാക്കുന്നത് പോലെ നമ്മൾക്ക് ഇവിടെ ചെന്നെത്തേണ്ടടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ പൂർണ്ണത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മള് 3 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ബ്രഹ്മം എന്താണ്, പരമാത്മാവ് എന്താണ്, ഭഗവാൻ എന്താണ്. അപ്പൊ ഞാനിത് പറയാൻ കാരണം അതാണ്. ബ്രഹ്മഭാവം ഇപ്പൊ ഇത് 3ഉം കൂടി നിറഞ്ഞു നിൽക്കുന്ന ഭാഗമാണ്. ബ്രഹ്മവും പരമാത്മാവും ആ ഭഗവാനും ആ ഒരു 3 അത് എല്ലാം കൂടി ഒത്തിരിക്കുന്ന ഭഗവാൻ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം അതില് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ആരെ വേണേലും ആരാധിക്കുക. പക്ഷേ അവസാനം നീ എന്നിൽ തന്നെ വന്നെത്തണം എന്ന് നേരത്തെ നമുക്ക് പറഞ്ഞിരുന്നു. ആർക്ക് പറയാം ബ്രഹ്മൻ പരമാത്മാ ഭഗവാനെ കുറിച്ച്? ആർക്ക് പറയാം? അതഞ്ഞ് പ്രഥമസ്കന്ധം എത്ര അധ്യായമാ ഇത് ഇപ്പൊ പറയുന്നത്? പ്രഥമസ്കന്ധം 15-ാം അധ്യായം 25-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നേ ഉള്ളൂ. ഞാൻ കടന്നില്ല. 24-ന്റെ കാര്യം അവസാനം കുറച്ച് പറയാനുണ്ടായിരുന്നു ഇന്നലത്തെ, അതുകൊണ്ടാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ആർക്ക് പറയാം ബ്രഹ്മം പരമാത്മാ ഭഗവാൻ? ആരെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ബ്രഹ്മം എന്ന് പറയുന്നത് ബ്രഹ്മജ്യോതിസ്, ഭഗവാനിൽ നിന്നും വരുന്ന ആ സ്ഫുരണങ്ങളെ, അതിനെയാണ് ബ്രഹ്മജ്യോതിസ് എന്ന് പറയുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെയാണ്. ഭഗവാന്റെ അംശങ്ങളാണ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് അല്ലെ. ആ വ്യാപിച്ചിരിക്കുന്ന പ്രപഞ്ചത്തെ, അങ്ങനെയുള്ള ആ ഭഗവാനെയാണ് എന്നുവെച്ചാൽ ഏറ്റവും ബൃഹത്തായിട്ടുള്ളത്. ഭഗവാൻ തന്നെ ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നു. ആ ഭാവത്തെയാണ് ബ്രഹ്മഭാവം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ പരമാത്മാവെന്ന് പറയുന്നത്, ഒരു മിനിറ്റ് മാതാജി ഇപ്പൊ പറഞ്ഞ ബ്രഹ്മജ്യോതിയെ കുറിച്ചാണ് കേട്ടോ. ബ്രഹ്മജ്യോതിയെ ബ്രഹ്മജ്യോതിസ്. പക്ഷെ ബ്രഹ്മം എന്ന് പറയുമ്പോ ഭഗവാൻ തന്നെ പ്രപഞ്ചമായി എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു ബ്രഹ്മം. നീ പരമാത്മാവോ? പരമാത്മാവെന്ന് പറയാൻ നമ്മളിൽ എല്ലാം നിറഞ്ഞിരിക്കുന്ന ചതുർഭുജനായിട്ടുള്ള ഭഗവാന്റെ ആ ഭാവത്തെയാണ് പരമാത്മാവ്. നമ്മുടെ എല്ലാത്തിന്റെയും ഈവൻ വണ്ണാറ്റം അല്ലെ, എല്ലാത്തിന്റെയും ഉള്ളിലുള്ള ഭഗവാനാണ്, ഭഗവാന്റെ ഭാവമാണ് പരമാത്മാവ്. പിന്നെ ഭഗവാൻ എന്ന് പറയുന്നത് പരമദിവ്യോത്തമ കൃഷ്ണനായ എല്ലാ രൂപങ്ങളോടും കൂടിയ സർവ്വതും കൂടിയ ഭഗവാനാണ്. അപ്പൊ നമ്മളെ ശുകദേവ ഗോസ്വാമിയെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. ശുകദേവ ഗോസ്വാമി ആദ്യം എങ്ങനെയുള്ള ആളായിരുന്നു? ആരെയാണ് വിശ്വസിച്ചിരുന്നത്? നമ്മൾ ശുകദേവ ഗോസ്വാമി പറഞ്ഞാണ് ഇതൊക്കെ കാര്യങ്ങൾ അറിയുന്നത് അല്ലെ. ഏത് ഭാവത്തിൽപ്പെട്ട ആളായിരുന്നു? ഹരേ കൃഷ്ണ മാതാജി, കമോൺ. ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ബ്രഹ്മത്തിൽ വിശ്വസിച്ചു. പരമാത്മ
ശുകദേവ് ഗോസ്വാമി ബ്രഹ്മഭാവത്തിലാണ് ആദ്യം വിശ്വസിച്ചിരുന്നത്. അറിവിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഭക്തിക്കപ്പുറത്ത് ആ ഭക്തിഭാവത്തിലെ ഭഗവാൻ ഒരു പ്രത്യേക രൂപമുണ്ടെന്ന് അദ്ദേഹം കണക്കാക്കിയില്ല. അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ബ്രഹ്മഭാവത്തിലാണ് ഭഗവാനെ കണ്ടത്. അതിന് ഞാൻ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആരൊക്കെയാണ് ബ്രഹ്മഭാവത്തിൽ അങ്ങനെ കണ്ടിട്ട് ഭഗവത് ഭാവത്തിലേക്ക് വന്നവര്? ശുകദേവസ്വാമി ഇങ്ങനെ ആയിരുന്നു. പക്ഷെ ശുകദേവസ്വാമി പഠിച്ചു കഴിഞ്ഞു. എന്താണ് ഉണ്ടായ സമയത്ത് 16 വയസ്സിലാണ് ഉണ്ടാകുന്നത്. ഉണ്ടായപ്പോ തന്നെ അദ്ദേഹം നടന്നു പോകുന്നു. അദ്ദേഹത്തിന് അച്ഛൻ വിളിച്ചിട്ടും വ്യാസദേവൻ വിളിച്ചിട്ടും നിന്നില്ല. പക്ഷെ വ്യാസദേവൻ 3 ശ്ലോകങ്ങള് അവർ ശിഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഏതൊക്കെയാണെന്ന് ആർക്കെങ്കിലും പറയാമോ? പല പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്താണ്? നമ്മുടെ പൂതനയെ കുറിച്ചുള്ള ഒരു ശ്ലോകം അല്ലേ? എന്താണ്? വിശ്വസിക്കാൻ കൊള്ളാത്തവളും മാറിൽ മാരവിഷം പുരട്ടി വധിക്കാൻ ശ്രമിച്ചവളും എന്താണ്? അങ്ങനെയുള്ള രാക്ഷസിയായ പൂതനയ്ക്ക് മാതാവിന്റെ സ്ഥാനം നൽകിയ കൃഷ്ണനേക്കാൾ കരുണയുള്ളവൻ ആരാണ് എന്ന് അർത്ഥമാക്കുന്ന ഏതാണ്? അഹോബഹീയം സ്തനകാളകൂടം ജിഖാസയാ എന്താണ്? അപായതപ്യസാധ്വി രഭേഗതിം താത്രി ഉചിതം തദോന്യം കമ്പാദയാലും ശരണം ബ്രജേമ. ആ ശ്ലോകം അവർ പറഞ്ഞുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ഏതാ? ഞാൻ എപ്പോഴും ഇവിടെ ക്ലാസ്സിൽ പറയാറുള്ള ഒരു ശ്ലോകമാണ്, പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഇപ്പൊ ഈയിടെയാണ് മാറ്റിയത്. എന്താണ്? ബർഹാവീടം നടവരവപുക്കർണയോ കർണികാരം ബിഭ്രത്വാസ കനകവപിശം വൈജയന്തിം ചമാല ചന്ദ്രൻ വേണോരധരസുതയാപുരയൻ ഗോപവൃന്ദൈർ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീത കീർത്തി. അതിന്റെ അർത്ഥം എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവാൻ എങ്ങനെയാണ് വൃന്ദാവനത്തിൽ കുട്ടികൾ എന്താണ് സഹിമാരോടൊപ്പം കളിച്ചത്. എന്താണ്? ബർഹാവീടം, തലയിൽ മൈപ്പീലിയൊക്കെ അണിഞ്ഞിട്ട് നടവരവുമായിട്ട് ഇങ്ങനെ എന്താണ് ആ വേണുവൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കാല് കവച്ച് വെച്ചിട്ട് കർണയോ കർണികാരം കർണികാര പൂക്കൾ കാതിലിട്ടുകൊണ്ട് വിപ്രത്മാസ കനകകപിശം നല്ല മഞ്ഞപ്പട്ടുടാളെ അങ്ങോട്ട് ചാർത്തിയിട്ട് വൈജയന്തിം ചമാലാം വൈജയന്തി മാലയും ഇട്ടിട്ട് പിന്നെയോ രന്ദ്രൻ വേണോരധരസുതയാപുരയൻ ഗോപവൃന്ദൈർ നല്ല വേണു ഇങ്ങോട്ട് വേണു ഊതി മനോഹരമായി ഊതിക്കൊണ്ട് പിന്നെയോ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീത കീർത്തി. ആ വൃന്ദാവനത്തിലേക്ക് കൂട്ടുകാരുമൊത്ത് ഇറങ്ങിപ്പോകുന്ന ആ കൃഷ്ണൻ. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഉണ്ട് ശ്രവണദർശനാധ്യാനാൻ മൈ ഭാവോ അനുകീർത്തനാത് അത് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇത് എല്ലാം കേട്ടുകൊണ്ട് ആ അദ്ദേഹത്തിന് ശിഷ്യന്മാര് പറഞ്ഞു, ഇങ്ങനെ ഒരു ഭാവമോ കൃഷ്ണന്? അങ്ങനെ ഒരിതാണ്. അത് കേട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭാവം ഭഗവാൻ, അതാണ് കേട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റുകയും വന്ന് ഇത് പഠിക്കുന്നതും ചെയ്യുന്നത്. ശുകദേവ ഗോസ്വാമി ബ്രഹ്മഭാവത്തിൽ നിന്ന് ഭഗവത് ഭാവത്തിലേക്ക് വരുന്നു. പിന്നെ ഞാൻ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. സനത് കുമാരന്മാരുടെ എക്സാമ്പിൾസ് ഇല്ലേ? വൈകുണ്ഠത്തിൽ ചെല്ലുമ്പം തുളസീദളങ്ങളുടെ സ്മരണ ഏറ്റുകൊണ്ട്, ഭഗവത് പാദങ്ങളിലെ തുളസീദളങ്ങളുടെ സ്മരണ ഏറ്റുകൊണ്ട്, അപ്പൊ അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ ബ്രഹ്മഭാവത്തിൽ നിന്ന് ഭഗവത് ഭാവത്തിലേക്ക് അവരുടെ മനസ്സ് എത്തിച്ചത്. അപ്പൊ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായി മനസ്സിലെടുക്കുമ്പോൾ നമുക്ക് ഈ കലികാലത്തിൽ ഉണ്ടായിരിക്കുന്ന വൈരുദ്ധ്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഭഗവത് പാദാംബുജ സ്മരണയിൽ കൂടി ഉണ്ടാകണം എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് 25ാമത്തെ ശ്ലോകം എടുക്കാം. ഇദാനീം ധർമ്മപാദസ്തേ സത്യം നിർവർത്തയേത്യതഃ തം ജിഘൃഷത്യധർമ്മോ യമനൃതേനൈതിദക്കലിഹി. ഇദാനീം ധർമ്മപാദസ്തേ സത്യം നിവർത്തയേദത്യതഃ. നിവർത്തയേത് യതഃ എന്നാണ്. നിവർത്തയേദ്യതഃ. പിന്നെ അടുത്തത് തം ജിഘൃഷത്യധർമ്മോ നിഘൃഷത്യധർമ്മോ ജിഘൃഷ്യതി അധർമ്മോ അയം അനിർദേ നൈതിക കലിഹി. അനിർദേ നൈതിക കലിഹി. അപ്പം ഇദാനീം ധർമ്മപാദസ്തേ, ആദ്യത്തെ പാദം ഇദാനീം എന്ന് വെച്ചാൽ ഈ നിമിഷം. ഇദാനീം ധർമ്മപാദസ്തേ, ധർമ്മ വ്യക്തിത്വം എന്ന് പറയുന്ന എന്ന് വെച്ചാൽ ആരാണിവിടെ ധർമ്മ വ്യക്തിത്വമായിട്ട് നിൽക്കുന്നത്? ഒരു പിടിയില്ലേ?
ആർക്കും? ഹരേ കൃഷ്ണ. പരീക്ഷിത് മഹാരാജാവ്. ധർമ്മ വ്യക്തിത്വമായിട്ട് നിൽക്കുന്നതോ? ആരാ വന്നിരിക്കുന്നത്? ധർമ്മദേവൻ. ധർമ്മദേവൻ യമരാജാവാണ് ധർമ്മ വ്യക്തിത്വമായിട്ട് നിൽക്കുന്നത്. ധർമ്മപാദസ്തേ, പാദഹ പ്ലസ് തേ, അതാണ് പാദസ്തേ. പാദഹ മീൻസ് പാദം, തേ മീൻസ് അങ്ങയുടെ പാദങ്ങൾ എന്നുള്ളതാണ്. ഇതാനീം ധർമ്മപാദസ്തേ സത്യം നിവർത്തയേദ്യഥാ. അപ്പം സത്യം, സത്യസന്ധത, നിവർത്തയേത് ഒരു വിധത്തിൽ മുടന്തി നടക്കുന്ന, യതഹ അതുകൊണ്ട്, പിന്നെ തം ജിഗൃഷത്യ ധർമ്മോ. അപ്പം തം എന്ന് പറഞ്ഞാൽ അത്, ജിഗൃഷതി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കാൻ യത്നിക്കുന്നു, ശ്രമിക്കുന്നു, നശിപ്പിക്കാൻ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു. അധർമ്മ തത്വം, അധർമ്മം കാണിക്കുന്ന ആ സത്വം എന്നുള്ളതാണ് അധർമ്മസത്വം. അയം മീൻസ് ഇത്, അനിർദേന എന്ന് പറഞ്ഞാൽ എന്താണ്? വഞ്ചന കൊണ്ട്, ഏതിഥ അനിർദേന ഐതിഥ എന്നാണ് എഴുതിയിരിക്കുന്നത്, അത് ചേർത്ത് എഴുതുന്നത് കൊണ്ടാണ് അനിർദേന ഐതിഥ. അതിനെ പിരിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? അനിർദേന ഏതിഥ എന്ന് പറയുന്നത്. ഏതിഥ മീൻസ് കുറച്ച് വളർന്നു വരിക, പുഷ്ടിപ്പെട്ട് വളർന്നു വരിക. കലി, അപ്പം കലികാലം ഉയർന്നു വരുന്നു. അപ്പൊ അവിടെ എന്ന് പറയുന്നത് ഇപ്പം ഈ കലിക്ക് ഈ കാലഘട്ടത്തിൽ എന്തു മാത്രമേ ഉള്ളൂ? ബാക്കി 4 പാദങ്ങളിൽ 3 പോയി. ഇപ്പൊ എന്താണുള്ളത്? സത്യം. സത്യം എന്ന ഭാവം മാത്രമേ ഇപ്പോഴുള്ളൂ. അങ്ങനെ ആ സത്യം തന്നെ ഇപ്പൊ മുടന്തി നടക്കുകയാണ്, അല്ലെ? അപ്പൊ അങ്ങനെ സത്യത്തിൽ തന്നെ എപ്പോഴും സത്യം മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ ആ സത്യം മാത്രമാണ് ഇപ്പൊ ഉള്ളത്. അതുകൊണ്ട് അതും വെച്ചുകൊണ്ട് മുടന്തി നടക്കുന്നു. എന്നാൽ ഈ കലിസത്വം, കാരണം ഇത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, ആ പാദത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ചതി കൊണ്ടാണ്. അങ്ങനെ ഈ കലിസത്വം അതിനെ കൂടി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇതാനീം ധർമ്മപാദസ്തേ സത്യം നിവർത്തയേത് തം ജിഗൃഷതി അധർമ്മോ. അപ്പൊ അധർമ്മോ അയം അനിർദേന ഏതിത കലിഹി. അയം അനിർദേന ഏതിത കലിഹി. അപ്പം ഇതാനീം ധർമ്മപാദസ്തേ സത്യം നിവർത്തയേത്യതഃ തം ജിഗൃഷതി അധർമ്മോ അയം അനിർദേന ഏതിത കലിഹി. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി. കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 25. ഇദാനീം ധർമ്മപാദസ്തേ സത്യം നിവർത്തതേത്യതഃ തം ജിഘൃക്ഷ്യത്യധർമ്മോയം അനൃതേനൈധിത കലി. ഒരാളോട് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഇദാനീം ധർമ്മപാദസ്തേ സത്യം നിവർത്തയേത്യതഃ തം ജിഗൃഷത്യധർമ്മോയമന്യതേ നൈതിത കലിഹി. ഹരേ കൃഷ്ണ മാതാജി. തം ജിഗൃഷത്യ അധർമ്മോയം അധർമ്മോ അയം അനിർദേന ഏധിത കലിഹി. അത് അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട വാക്കാണ്. ജിഗൃഷതി അധർമ്മോ അയം അനിർദേന ഏധിത കലിഹി. ഒന്ന് ശ്രദ്ധിച്ച് എഴുതി വെക്കുക. എന്തെങ്കിലും ചെയ്തോളൂ. അത് അങ്ങനെയാണ് അത് ചേർത്തിരിക്കുന്നത്. അനിർദേന ഐധിത കലിഹി പറയുമ്പോ അങ്ങനെ പറഞ്ഞാൽ മതി. മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അനിർദേന ഐധിത കലിഹി, അനിർദേന ഐധിത കലിഹി. അപ്പം നമ്മളെ എവിടെ നിന്നാണ് കാര്യങ്ങൾ, സത്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്? എന്തിൽ നിന്നാണ്? നമുക്ക് ധർമാനുശാസനങ്ങൾക്ക് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതിനകത്ത് നമുക്ക് സ്ഥിരപ്പെട്ടതോ അംഗീകൃതവുമായ പല കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇത് മനുഷ്യ സൃഷ്ടിത നിയമങ്ങൾ ഒന്നും തന്നെ അല്ല. ഇതെല്ലാം ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ് നമ്മുടെ ധർമ്മശാസനങ്ങൾ. അപ്പൊ ധർമ്മശാസനങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് വൈരാഗ്യം, ശുദ്ധി, ദയ, സത്യസന്ധത നമ്മൾ പഠിച്ചു ഇല്ലേ? ഈ 4 കാര്യങ്ങള് അടിസ്ഥാനപരമായിട്ടുള്ള ക്രമവിരുദ്ധ ആചാരങ്ങളിൽ അവ സ്ഥാപിതമായിരിക്കുന്നു. അപ്പൊ നമ്മുടെ ധർമാനുശാസനങ്ങളിൽ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പം ശ്രീല പ്രഭുപാദൻ നമുക്ക് പറഞ്ഞു തരുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ 4 കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
എന്തിനാണ്? ഇത് നമ്മളെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് സഹായിക്കും. നമ്മള് കാര്യങ്ങൾ നല്ലത് ചെയ്യാൻ അറിയാമെങ്കിലേ നമ്മൾ നല്ലത് ചെയ്യുള്ളൂ. അല്ല, നമ്മൾ ഏതെങ്കിലും രീതിയിൽ ജീവിച്ചാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ അങ്ങ് ജീവിക്കും. അല്ലാതെ നല്ലത് ഏതേ ചീത്ത ഏതേ എന്ന് നമുക്ക് അറിയാൻ വയ്യാതെ ആയി പോകും. അതുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിന് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് ഇവിടെ. അപ്പൊ ശരീരത്തിന് ചിലപ്പോൾ സുഖകരമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അതിനൊരു എക്സാമ്പിൾ പറയാമോ? ശരീരത്തിന് അത്ര സുഖകരമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും സ്വീകരിക്കേണ്ടി വരുന്നു. എന്താണത്? നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈസിയായി പറയാൻ കഴിയും. നല്ല തണുപ്പുള്ള രാത്രിയിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോഴായിരിക്കും 3:30 മണിയാകുമ്പോൾ അലാറം അടിക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചാടി എഴുന്നേക്കും അലാറം കേട്ടോണ്ട്. നമ്മൾ എഴുന്നേറ്റ് ആ സമയത്ത് പോയി കുളിക്കുക, അല്ലെങ്കിൽ നമ്മളെ ആവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുക. അതൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണോ യഥാർത്ഥത്തില്? അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരത്തിന് അതത്ര സുഖകരമല്ല. അതുപോലെ മാസത്തിൽ 2 ഏകാദശി നോക്കാൻ പറയുന്നു, അല്ലെ? അപ്പൊ ഈ ഏകാദശി നോക്കുക എന്നുള്ളത് എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ കഴിച്ച് സുഖമായി ജീവിക്കാനല്ലേ നമ്മൾ ഇഷ്ടപ്പെടുക. നമ്മൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? അതില്ല. അപ്പൊ എന്ത് വ്രതമായാലും പിന്നെ പക്ഷെ നമ്മളൊരു കാര്യമുണ്ട്, കാര്യസാധ്യത്തിന് വേണ്ടി നമ്മളെ പലരും വ്രതം നോക്കും. നമ്മൾ മാത്രമല്ല, കാര്യസാധ്യത്തിന് വേണ്ടി എല്ലാവരും നോക്കൂ. ഇപ്പം എന്താണ് കഴിഞ്ഞ മാസത്തിലെ ഷഷ്ടി വ്രതം ഉണ്ടായിരുന്നു. മിക്കവാറും സ്ത്രീകളെല്ലാം ഷഷ്ടി വ്രതം നോക്കാത്തവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരും ഏതൊരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും പോയാൽ അപ്പൊ നമ്മൾ ആവശ്യം സൃഷ്ടിയുടെ മാതാവ് എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ചെയ്യാൻ തയ്യാറാകുന്നു. എന്ത്? നമ്മള് മാനസികമായി അത് ഇഷ്ടപ്പെടുമ്പോഴേ നമുക്ക് വേണം എന്നുള്ള തോന്നല് ഉണ്ടാകും. അങ്ങനെ സ്വീകരിക്കുക. അപ്പൊ നമ്മള് ഏകാദശി നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടല്ല നോക്കുന്നതെങ്കിൽ പോലും നമ്മൾ ഏകാദശി നോക്കുന്നു, വെളുപ്പിന് എഴുന്നേൽക്കുന്നു, 16 റൗണ്ട് ജപിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴേ ഇതൊന്നും നമ്മുടെ മനസ്സിന് ശരീരത്തിന് ചിലപ്പോൾ ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല. പക്ഷേ ഇതിനെ തപസ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയെ നമ്മൾ തപസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താണ്? തപസ്സാണ് യഥാർത്ഥത്തിൽ ഒന്നിനോടുള്ള വൈരാഗ്യം നമുക്ക് വരുന്നത്. നമുക്ക് വേണം, ഭഗവാനെ വേണം എന്നുള്ള ആ മാനസികമായ ചിന്ത വെച്ചുകൊണ്ട് നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ അതൊരു തപസ്സാക്കി ആ വൈരാഗ്യം എന്ന് പറയുന്നത് നമുക്ക് തപസ്സായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ ചിലപ്പം നമ്മളല്ല പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? ചിലപ്പം പട്ടിണി കിടക്കുന്നുണ്ട്. ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലോട്ട് നോക്കിയാൽ അറിയാം എത്ര പേരാണ് അവിടെ ഓരോ ദിവസവും പായും കൊണ്ടിട്ട് തലയണയൊക്കെ വെച്ച് അവിടെ കിടക്കുന്നു. എന്താണ്? ആഹാരം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. പിന്നെ 2 ദിവസം കഴിയുമ്പം കരിക്കും വെള്ളം കൊണ്ടു കൊടുത്ത് അവരെ അതിൽ നിന്ന് മാറ്റുന്നു. അങ്ങനെയൊക്കെ നമുക്കിവിടെ കാണാം. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പൊ ഇത് രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും നേടിയെടുക്കാൻ, നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വൈരാഗ്യത്തോടു കൂടി തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് അവർക്ക് പ്രയാസം ഉണ്ടാകുന്നില്ല. പക്ഷെ ഒരു ഏകാദശി നോക്കാൻ പറഞ്ഞാൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എങ്ങനെ എന്തായാലും ശരി, ഇനിയിപ്പം നമ്മൾ ഏകാദശിക്കായാലും ശരി, വേറൊരു എന്തിനായാലും ഒരു മാസത്തിൽ 2 or 3 ദിവസം നമ്മളെ വൈരാഗ്യത്തോടു കൂടി നമ്മൾ തപസ്സനുഷ്ഠിക്കും. അതിനെ നമ്മളെ തപസ്യ എന്നാണ്. ആ വൈരാഗ്യത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയെ തപസ്യ എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ ഇവിടെ ശ്രീലപ്രഭുവാര് പറഞ്ഞിരിക്കുന്നത് ആത്മസാക്ഷാത്കാരത്തിനല്ലാതെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ അപലപിക്കുന്ന എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ആണ് പട്ടിണി കിടക്കുന്നതെങ്കിൽ അതിനെ ദണ്ഡനാർഹം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദണ്ഡനാർഹം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ എന്ത് ചെയ്യുന്നു? നമ്മളെ പട്ടിണി കിടക്കുകയും മറ്റും ചെയ്യുന്നു. ആവശ്യമുള്ളതിന്റെ കാര്യത്തിന് നമ്മള് ചെയ്യാതെ ആവശ്യമില്ലാത്തതിനെ ചെയ്യുന്നതിനെയാണ് ദണ്ഡനാർഹം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭഗവത്ഗീത അതിനെ ദണ്ഡനാർഹം എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ അത് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം? വേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്താൽ അത് ദണ്ഡനാർഹമാകുന്നില്ല. അത് നമ്മളെ
നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നതിനെ തയ്യാറാക്കി മാറ്റുന്നു എന്ന് നമ്മളെ പറയുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ നമ്മളെ ഭഗവത്ഗീത എന്തിനെയൊക്കെ അപലപിക്കുന്നുവോ അതെന്തൊക്കെയാണ് എന്ന് നമ്മളെ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. നമ്മൾ ചെയ്യുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുന്നു, ശ്രദ്ധാത്രയ വിഭാഗത്തില് നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതും നമ്മുടെ തപസ്യ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുമൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കാര്യങ്ങള് എല്ലാം ഭഗവത്ഗീതയിലുള്ളതാണ്. നമ്മുടെ മനസ്സിനെ ശൗചം നമ്മുടെ മനസ്സിലുണ്ടാകണം, ശരീരത്തിന് ശുദ്ധി ഉണ്ടാകണം, പിന്നെ എന്ത് വേണം, മനസ്സിനും ശുദ്ധി ഉണ്ടാകണം. അപ്പൊ നമ്മള് പലരും അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ തപോജനാഹ ദംഭാഹങ്കാര സംയുക്ത കാമരാഗ ബലാന്യുത എന്ന് പറയുന്നുണ്ട്. കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമമചേതസഃ മാം ചൈവാന്ത ശരീരസ്ഥം തൻവിദ്യാസുര നിശ്ചയാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അശാസ്ഘോരമായിട്ടുള്ള തപസ് അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ദംഭാഹങ്കാര സംയുക്ത അഹങ്കാരത്തോടു കൂടി കാമരാഗ ബലാന്വിത ഫലനെ കുറിച്ച് ആഗ്രഹിച്ചുകൊണ്ട് പല ഇഷ്ടത്തോടു കൂടി നമ്മൾ ചെയ്യുന്നു. അങ്ങനെ അത് ശരീരത്തെ നശിപ്പിക്കുകയും അത് നേട്ടത്തിനേക്കാൾ കൂടുതൽ കോട്ടം നമ്മുടെ ശരീരത്തിനും മനസ്സിനും തരികയും ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ ദണ്ഡനാർഹം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ദണ്ഡനാർഹം എന്ന് പറയുന്നു? ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് അത് സഹായിക്കുക, ആത്മശുദ്ധിക്കോ അല്ലെങ്കിൽ എന്തിനോ സഹായിക്കുന്നില്ല. ശരിക്കും നമുക്ക് ഭഗവാനിലേക്ക് എത്താനോ അത് അതിനെന്തു വേണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആര്? മഹാപ്രഭു പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? ചേതോദർപ്പണമാർത്യനം മഹാദാവാഗ്നി നിർവാപണം ശ്രേയക്കൈരവ ചന്ദ്രികാ വിതരണം. എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും ജപിക്കുന്നത് പറയുന്നതുമാണ് അല്ലെ. അപ്പൊ എന്താണ്? ഗ്ലോറി ടു ശ്രീകൃഷ്ണ സങ്കീർത്തനത്തിനും ഗ്ലോറി പറഞ്ഞുകൊണ്ട് എന്താണ്, വർഷങ്ങളായി നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടന്നിരിക്കുന്ന മാലിന്യത്തെ എല്ലാം മാറ്റിയിട്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ചേതോദർപ്പണമാർജനം, അതിനെ മാർജനം ചെയ്തിട്ട് എന്താ അപ്പം പറഞ്ഞു തന്നിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക. ഹൃദയത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ എല്ലാം മാറ്റിയിട്ട് എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നു? നാമം ജപിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വർഷങ്ങളായി അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ എല്ലാം മാറ്റി ഹൃദയത്തെ ശുദ്ധീകരിക്കുക. അതുപോലെ ജനന മരണം തുടർന്നു പോകുന്നതിനെ ഇല്ലാതാക്കാൻ കഴിയുന്ന സങ്കീർത്തന പ്രസ്ഥാനത്തിൽ കൂടി നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ, ആ നാമജപത്തിൽ കൂടി മുന്നോട്ട് വരികയാണെങ്കിൽ അത് നമ്മൾക്ക് വളരെയധികം അനുഗ്രഹമാണ്. അത് അനുഗ്രഹ ചന്ദ്രന്റെ കിരണങ്ങൾ വിതറിത്തരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അത് നമ്മളെ അങ്ങനെയുള്ള ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ജീവനായ ആ നാമജപം അത് ജപിക്കാൻ നമ്മൾ സദാ ഉത്സുകരായിരിക്കണം. അപ്പം ചേതോദർപ്പണം, അപ്പൊ നമ്മള് ഒരു കണ്ണാടിയിൽ പൊടിപടലങ്ങൾ പിടിച്ചിരുന്നാൽ നമ്മുടെ മുഖം ശരിക്ക് കാണാൻ കഴിയുകയില്ല, ആ അഴുക്ക് അവിടെ പറ്റിയിരിക്കുന്നത് കൊണ്ട്. അപ്പൊ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ വർഷങ്ങളായി അടിഞ്ഞു കൂടിയിരിക്കുന്ന പൊടിപടലങ്ങളെ മാറ്റിയെടുത്തിട്ട് ആ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സാന്നിധ്യത്തോടു കൂടി ശ്രദ്ധയോടുകൂടി നാമം ജപിക്കണം. അങ്ങനെ ആ നാമം ജപിച്ചു കഴിഞ്ഞാൽ അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ ഹോളി നെയിമിനെ, യുവർ ഹോളി നെയിം ക്യാൻ റെൻഡർ ഓൾ ബെനഡിക്ഷൻ ടു ലിവിങ് ബീയിങ്സ് എന്നാണ് പറഞ്ഞത്. എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും തരാൻ കഴിവുള്ളതാണ് നാമജപം. ആ നാമജപത്തിൽ കൂടി അങ്ങനെ ചേതസിനെ ആ ദർപ്പണത്തെ തുടച്ച് വൃത്തിയാക്കി നമ്മൾ നാമജപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിന് ശൗചമുണ്ടാകുന്നത്, അല്ലെങ്കിൽ ശുദ്ധി ഉണ്ടാകുന്നത്. ഇത് ശരീരത്തിന് ഏറ്റവും ആവശ്യകരമായിട്ടുള്ളതാണ് എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് മഹാപ്രഭു പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഇരിക്കണം? വൺ ഷുഡ് ചാന്റ് ദ ഹോളി നെയിം ഓഫ് ദ ലോർഡ് ഇൻ എ ഹംബിൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഏറ്റവും ഹംബിൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായിരിക്കണം. തിങ്കിങ് വൺ സെൽഫ് ലോവർ ദാൻ ദ സ്ട്രോ ഇൻ ദ സ്ട്രീറ്റ്. എന്നുവെച്ചാൽ സ്ട്രീറ്റിൽ കിടക്കുന്ന ഒരു പുല്ല് എങ്ങനെയാണോ നമ്മൾ ചവിട്ടിയാൽ പോലും അതിന് പ്രതികരിക്കാതിരിക്കുന്നത് പോലെ എന്താണ്, ആ ഒരു തൃണാദവി സുനിജേന തരോരവി സഹിഷ്ണിന,
മാനിന മാനദേന കീർത്തനീയ സദാഹരി. അങ്ങനെ രീതിയിലാണ് നമ്മൾ നാമം ജപിക്കേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം ഒരു വൃക്ഷത്തെക്കാൾ എളിമയോട്, അല്ലെങ്കിൽ ഒരു പുല്ലിനേക്കാൾ എളിമയോടുകൂടി നമ്മൾ നാമം ജപിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സല്ല അഹങ്കാരം ഉണ്ടാകാതെ ഇരിക്കുക. ഏറ്റവും പ്രധാനം അത്, അറിയാതെ അഹങ്കാരം വന്നു പോകും. അപ്പൊ അങ്ങനെ ഉണ്ടാകാതെ ഇരിക്കുമ്പോൾ നമുക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള എളുപ്പ വഴിയായിട്ടത് മാറും. അപ്പൊ പരമപുരുഷന്റെ മഹാത്മ്യങ്ങളെ പ്രകീർത്തിക്കാതെ ആർക്കും തങ്ങളുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ തുടച്ചു നീക്കാൻ സാധ്യമല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാനെ കുറിച്ചുള്ള യാതൊരു ധാരണയും ഇല്ലാത്തതിനാൽ ഭഗവത് രഹിത സംസ്കാരത്തിന് മനസ്സിനെ ശുദ്ധീകരിക്കാൻ സാധ്യമല്ല. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ കുറിച്ച്, നമ്മൾക്ക് അപ്പുറത്തൊരാൾ ഉണ്ട് നമ്മളെ നിയന്ത്രിക്കാൻ. നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ ഇവിടെ ഉള്ള ആളല്ല, നമുക്ക് പോകേണ്ട വഴി വേറെ ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ ഈ കലിയുഗത്തിൽ പ്രബലമായ ഇതെല്ലാം സത്യത്തിന്റെ ഒരു അംശം മാത്രമുണ്ട്, ബാക്കി എല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വീണ്ടും സത്യവും കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ലാതെ വരുന്നു. അങ്ങനെ സദ്ഗുണങ്ങളെ കളയാതെ അല്പമെങ്കിലും സൽഗുണങ്ങളെ നമ്മൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഇവിടെ പ്രഭുപാദര് പറയുന്നത്. അപ്പൊ മാനവ സംസ്കാരത്തിന്റെ വർണ്ണതഫല അസംതൃപ്തിയാണ്. ഇനിയും നമ്മൾ ഈ രീതിയിൽ പോയാൽ നമുക്ക് അസംതൃപ്തിയാണ് ഉണ്ടാകുക. ഇപ്പൊ നമുക്കറിയാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. അപ്പം നമ്മൾ ഒരു ന്യൂസ് കേട്ടാൽ അവിടെ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്താൽ എന്തൊക്കെയാണ് വായിക്കുക, അതൊന്നും ഞാൻ പറയാതെ തന്നെ. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഭഗവാൻ ഉണ്ടോ എന്ന് പോലും അവർ ആർക്കും വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പണത്തിന് പ്രാധാന്യം കൂടുന്തോറും നമുക്ക് മൂല്യങ്ങളെ ചുതി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ഈ വിശേഷ ലക്ഷണങ്ങളെല്ലാം സത്യയുഗത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. മനഃശാന്തി പൂർണ്ണമായി ലഭിച്ചിരുന്നു. അങ്ങനെ കിട്ടിയിരുന്ന ആ മനഃശാന്തിയെ ഇന്ന് ആരോട് ചോദിച്ചാലും പറയും യാതൊരു മനഃശാന്തിയും ഇല്ല, സമാധാനവും ഇല്ല, സംതൃപ്തിയും ഇല്ല, ഒന്നുമില്ല എന്ന് പറയുമ്പോൾ വളരെ കുറച്ചു പേര് മാത്രം പറയും ഞങ്ങൾക്ക് ഉണ്ടേ എന്നുള്ളത്. അത് നൈമിഷികമാണെന്ന് അവര് മനസ്സിലാക്കുന്നില്ല. അപ്പൊ അത് കുറേശ്ശെ ഓരോ യുഗത്തിലും കുറഞ്ഞു നമ്മളിവിടെ എത്തിയിരിക്കുന്നു. അങ്ങനെ കള്ളം പറയുന്ന ശീലം ഉണ്ടായിരിക്കുന്നു, സത്യസന്ധതയെ ഇല്ലാതാക്കുന്നു, തിന്മകൾ നിബന്ധിച്ചിട്ട് അങ്ങനെ തിന്മകൾ ഉയറുകയും നന്മകൾ പതിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. അപ്പം മാനവ സംസ്കാരത്തെ രക്ഷിക്കുന്നതിന് ഭാഗവതധർമ്മ പുനരുത്ഥാനത്തിന് കഴിയുന്നു എന്നാണ് ശ്രീല പ്രഭുപാദർ പറഞ്ഞേക്കുന്നത്. ഭാഗവതം പഠിക്കുന്ന ഒരു വ്യക്തിക്ക്, ശരിക്കും മനസ്സിലാക്കി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് തിന്മയിലേക്ക് പോകാൻ കഴിയയില്ല എന്നാണ് ശ്രീല പ്രഭുപാദരെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 26ാമത്തെ ശ്ലോകം. ഇയം ച ഭൂമിർ ഭഗവത ന്യാസിതോരു ഭരാസതി ശ്രീമദ്ഭി തത്പാദന്യാസൈ സർവത കൃത കൗതുക. ഇയം ച ഭൂമിർ ഭഗവത ന്യാസിതോരു ഭരാസതി ശ്രീമദ്ഭി തത്പാദന്യാസൈ സർവത കൃത കൗതുക. ഇയം എന്ന് വെച്ചാൽ ഈ കാണുന്നത്, ഇത്. ച എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂപ്രതലം, ഭഗവത പരമദിവ്യോത്തമ പുരുഷനാൽ, ന്യാസിത മീൻസ് ചെയ്തതിന് ശേഷം. ഉരു എന്ന് പറഞ്ഞാൽ മഹത്തായിട്ടുള്ളത്, ഉരു ഭാരം, സതി എന്ന് പറയുന്ന, ഇവിടെ ഇപ്പം സതി എന്ന് പറയുന്ന പേരല്ല, സതി എന്ന് പറയുന്നത് അങ്ങനെ ചെയ്തതുകൊണ്ട്, ശ്രീമദ്ഭി സർവമംഗളങ്ങളാലും, തത് അത്, പാദന്യാസൈ പാദമുദ്രകൾ, സർവത ചുറ്റിലും എല്ലാ സ്ഥലങ്ങളിലും, കൃത ചെയ്തു, കൗതുക സദ്ഭാഗ്യം അല്ലെങ്കിൽ ഐശ്വര്യം. ഇയം ച ഭൂമിർ ഭഗവത ന്യാസിതോരു ഭരാസതി ശ്രീമദ്ഭിസ്തത്പാദന്യാസൈ സർവത കൃത കൗതുക. അതിന്റെ വിവർത്തനം നമുക്ക് നോക്കാം. ട്രാൻസ്ലേഷൻ പ്രത്യേകി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക്. പരമദിവ്യോത്തമ പുരുഷനാലും മറ്റുള്ളവരാലും ഭൂഭാരം നല്ലവണ്ണം ലഘൂകരിക്കപ്പെട്ടു. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരവതാരമായി ഭൂലോകത്തെ സന്നിഹിതനായിരുന്നപ്പോൾ ശുഭകരമായ സ്വന്തം പാദമുദ്രകളാൽ സർവമംഗളങ്ങളും സംഭവിപ്പിച്ചു. അപ്പം ഭഗവാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞു. അപ്പൊ ഭൂമി അത്രമാത്രം പശുവിന്റെ രൂപത്തിൽ വന്നിട്ട് ഭൂമി കഷ്ടപ്പാടുകൾ പറയുന്നു. അപ്പൊ ഭഗവാന് മറ്റുള്ളവരാലും എന്ത് സംഭവിച്ചിരുന്നു? അന്ന് ഭഗവാൻ ഉള്ളപ്പോൾ ഭൂഭാരൻ
ലഘൂകരിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഭഗവാൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്തെല്ലാം ഉണ്ടായിരുന്നു, എന്തെല്ലാം അതെല്ലാം നഷ്ടമായിരിക്കുന്നു. ശുഭകരമായ സ്വന്തം പാദമുദ്രകളാൽ അദ്ദേഹം സർവമംഗളങ്ങളും സംഭവിപ്പിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആര് പറയുന്നത് കേൾക്കാം. ആരാണ് ഇതിനെക്കുറിച്ചൊരു ശ്ലോകം പറഞ്ഞിട്ടുള്ളതെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പഠിച്ചു കഴിഞ്ഞ ശ്ലോകമാണിത്. ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. കിട്ടുന്നില്ല? ആർക്കും കിട്ടുന്നില്ല? നേയം ശോഭിഷ്യതേ തത്ര യഥേദാനിംഗദാധര. ഓർമ്മയുണ്ടോ? ത്വത്പദൈരംഗിതാഭാതി സുലക്ഷണ വിലക്ഷിതൈഹി. ആര് പറഞ്ഞതാ ഇത്? മറന്നുപോയി അല്ലെ? അപ്പൊ ആരാണ്? കുന്തി മഹാറാണി. കുന്തി മഹാറാണിയുടെ ശ്ലോകങ്ങളിൽ പറയുകയാണ്, നേയം ശോഭിഷ്യതേ തത്ര യഥേദാനീം ഗദാധര. അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ, ഗദാധരനായിരിക്കുന്ന അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇവിടമെല്ലാം ശോഭിക്കുന്നു. അദ്ദേഹം തിരിച്ചു പോവാൻ പോവാണ്. എവിടേക്ക് പോവാ? അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്ഞായ ദ്വാരകയിലേക്ക് പോകുമ്പോഴാണ്. അപ്പം എന്താണ്, കുന്തി മഹാറാണി ഓടിച്ചെന്ന് പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ ഭാഗം എല്ലാം, അങ്ങ് ആ ശോഭ എല്ലാം നഷ്ടപ്പെടുമല്ലോ. നേയം ശോഭിഷ്യതേ തത്ര യഥേദാനീം ഗദാധരാം. പിന്നെയോ ത്വത്പദൈരംഗിതാഭാതി സ്വലക്ഷണ വിലക്ഷിതൈഹി. അപ്പൊ ആ പാദപത്മങ്ങളിൽ ഉണ്ടായിരുന്ന ആ അടയാളങ്ങളെല്ലാം പതിച്ചിരിക്കുന്ന ഭൂമിയാണിത്. അപ്പൊ ഇത് ഭഗവാന്റെ പാദത്തിൽ 20 അടയാളങ്ങളുണ്ട് പലതായിട്ട്. അപ്പൊ കൊടിക്കൂറ, താമര, സുദർശന ചക്രം, മാനക്കോലെ, കുട, കമ്പ്, ഒരുപാട് കാര്യങ്ങൾ, 20 കാര്യങ്ങൾ നമ്മൾക്ക് ഞാനത് അടുത്ത ദിവസം ഞാനത് പറഞ്ഞു തരാം. നിങ്ങൾ കുറച്ച് എഴുതിയെടുത്ത്, എനിക്കിപ്പോ സമയമില്ല. അപ്പൊ ഇത്രയുള്ള ആ 20 ഭാവങ്ങളും ഇപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും അത്. അപ്പൊ പല ആചാര്യന്മാരും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. അപ്പൊ അതുകൊണ്ട് അതെല്ലാം നഷ്ടപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇമേ ജനപദാ സ്പൃത്വാ സുഭക്കൗഷധി വീരുദഃ വനാദ്രിനത്യുതന്വന്തോ ഹ്യതന്തേ തവ വീക്ഷിതൈഹി. അപ്പൊ ഇമേ ജനപദാ സ്പൃത്വാ സുഭക്കൗഷധി വീരുദഃ. നോക്കൂ, ഈ പ്രദേശം ആകെ അങ്ങിവിടെ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ വിളഞ്ഞ് നിറഞ്ഞ് നിൽക്കുകയാണ്. സുഭക്കൗഷധി എന്ന് വെച്ചാൽ ആവശ്യമുള്ള വെജിറ്റബിൾസ് ആണെങ്കിലും ആവശ്യമുള്ള ഔഷധി സസ്യങ്ങളാണെങ്കിലും എല്ലാം കൊണ്ട് പ്രകാശമാണ്, എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. എന്തുകൊണ്ട്? അങ്ങിവിടെ ഉള്ളത് കൊണ്ട്. അതാണ് ഇമേദനപദാസ്പൃക്വാ സുഭക്കൗഷധി വീരുദഃ വനാദ്രിനത്യുതന്വന്തോ ഹ്യതന്തേ തവ വീക്ഷിതൈഹി. അങ്ങേ കാണാനായിട്ടാണ് ഇതെല്ലാം. അങ്ങ് ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. അങ്ങ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം പോകുമല്ലോ. എങ്ങനെ? അങ്ങ് ഇവിടെ സ്വന്തം പാദമുദ്രകൾ, സർവമംഗളങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ സർവമംഗളങ്ങളും ഇവിടെ ഇല്ലാതെ, അങ്ങ് ഇവിടെ ഉള്ളപ്പോൾ എല്ലാം ഉണ്ട്. അതുപോലെ ഇവിടെ ഭൂമിദേവിയും കേടുകയാണ്. അങ്ങ് പോയപ്പോഴേക്ക് ഇതെല്ലാം നഷ്ടമായല്ലോ എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. നമുക്കിവിടെ നിർത്താൻ കാരണം ഇനിയൊന്നും എടുക്കാനുള്ള സമയമില്ല. അപ്പൊ ഇതിലെന്തെങ്കിലും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 1 മിനിറ്റ് ഉണ്ട് ചോദിക്കാം. ഹരേ കൃഷ്ണ.